ശബ്ദം കൂട്ടുമ്പോൾ താൻ ജയിക്കുമെന്ന് അവൻ തെറ്റായി ധരിക്കുന്നു. ന്യായീകരണങ്ങളുടെ പെരുമഴ തീർക്കുന്നു. ഒടുവിൽ ദേഷ്യം തലയ്ക്ക് പിടിച്ച് അലറി വിളിക്കുന്നു. എന്നാൽ ശാന്തമായി ആലോചിച്ചു നോക്കൂ. അത്തരം കടുത്ത തർക്കങ്ങൾ അവസാനിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കക്ഷിക്ക് യഥാർത്ഥത്തിൽ വിജയിച്ചതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം വാദപ്രതിവാദങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റൊരാളെ നിശബ്ദനാക്കിയാലും അയാളുടെ മനസ്സിൽ നിങ്ങളോടുള്ള ദേഷ്യവും പ്രതികാര ചിന്തയും കൂടുകയേയുള്ളൂ. ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴുകയും ചെയ്യും. എന്നാൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ ഒരക്ഷരം പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ, ഒട്ടും ഉച്ചത്തിൽ അല്ലാതെ വളരെ ശാന്തമായി കൊണ്ട് ആ സാഹചര്യത്തെ മുഴുവൻ നിങ്ങളുടെ വിരൽത്തുമ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലോ, മറ്റേയാൾ എത്രയൊക്കെ പ്രകോപിപ്പിച്ചാലും ഒരു ഹിമാലയൻ പർവ്വതം പോലെ കുലുങ്ങാതെ നിന്ന് ആ തർക്കത്തിൽ ഒരു മാസ് മാന്ത്രിക വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞാലോ, അതിനു പിന്നിൽ അതിശക്തമായ ഒരു മനഃശാസ്ത്രമുണ്ട്. വാക്കുകളുടെ യുദ്ധങ്ങളിൽ ബഹളം വയ്ക്കുന്നവനല്ല, മറിച്ച് നിശബ്ദതയെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊരു വാക്ക് തർക്കത്തിലും നിങ്ങളെ ഒരു അജയ്യനായ വിജയിയാക്കി മാറ്റാൻ സഹായിക്കുന്ന മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട 10 അതിശക്തമായ പുതിയ തന്ത്രങ്ങളെക്കുറിച്ചാണ്. ഈ പോയിന്റുകൾ വെറും തത്വങ്ങളല്ല, നിങ്ങളുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന പ്രായോഗിക പാഠങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ആഴത്തിലുള്ള ആ പോയിന്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോയിന്റ് നിശബ്ദതയുടെ അദൃശ്യായുധമാണ്. ഒരു തർക്കം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ മറുഭാഗത്തുള്ളയാൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളതിന് തിരിച്ചൊരു മറുപടി നൽകണം. അവർ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളും തിരിച്ച് ചീത്ത വിളിക്കണം. ഇതിനാണ് അവർ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പ്രതികരണമാണ് അവരുടെ അടുത്ത വാദത്തിനുള്ള ഇന്ധനം. എന്നാൽ ആ കൃത്യനിമിഷത്തിൽ നിങ്ങൾ പെട്ടെന്ന് പൂർണ്ണമായി നിശബ്ദനാവുക. ഒരു വാക്കുപോലും മിണ്ടാതെ അവരെ നോക്കി നിൽക്കുക. ഈ അപ്രതീക്ഷിതമായ മൗനം മറ്റേയാളുടെ തലച്ചോറിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കും. അവരുടെ ഉപബോധ മനസ്സ് പെട്ടെന്ന് കൺഫ്യൂഷനിലാകും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയാൾ എന്താണ് മിണ്ടാത്തത്? ഇയാളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? അടുത്തതായി ഇയാൾ എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത് എന്ന ഭയവും അരക്ഷിതാവസ്ഥയും അവരുടെ ഉള്ളിൽ ഉടലെടുക്കും. ഒരു ഇരുട്ടറയിൽ അകപ്പെട്ടതുപോലെ അവർക്ക് തോന്നും. ആയുധമില്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സൈനികനെ പോലെ അവർ പതറും. നിങ്ങളുടെ അദൃശ്യായുധം അവരുടെ വാദങ്ങളുടെ മൂർച്ച തുടക്കത്തിലേ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കും. രണ്ടാമത്തെ തന്ത്രം ദേഷ്യത്തെ തിളയ്ക്കുന്ന മൗനമാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ദേഷ്യം എന്നത് ഒരു കാട്ടുതീ പോലെയാണ്. ആ തീ പടരണമെങ്കിൽ അതിന് നിരന്തരം ഓക്സിജനും വിറകും ലഭിച്ചുകൊണ്ടേയിരിക്കണം. തർക്കത്തിനിടയിൽ നമ്മൾ നൽകുന്ന മറുപടികളും ന്യായീകരണങ്ങളുമെല്ലാം ആ തീയിലേക്ക് ഒഴിക്കുന്ന പെട്രോളാണ്. എന്നാൽ നിങ്ങൾ പൂർണ്ണമായ മൗനം പാലിക്കുമ്പോൾ ആ തീ കത്താൻ ആവശ്യമായ ഇന്ധനമില്ലാതെ തനിയെ അണഞ്ഞു പോകാൻ തുടങ്ങും. നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ തർക്കിക്കാനും ബഹളം വയ്ക്കാനും അവിടെ രണ്ടാമതൊരു വ്യക്തിയില്ല എന്ന യാഥാർത്ഥ്യം മറ്റേയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഒരാൾ മാത്രമായി എത്ര സമയം ബഹളം വയ്ക്കും? താൻ മാത്രമാണ് ഇവിടെ കിടന്ന് ഭ്രാന്തനെ പോലെ അലറുന്നത് എന്ന ബോധം സാവധാനം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ശാന്തമായ മൗനത്തിനു മുന്നിൽ അവരുടെ ദേഷ്യവും അഹങ്കാരവും ഈഗോയുമെല്ലാം പതറിപ്പോകും. ഒടുവിൽ അവർ സ്വയം തളരുകയും ചെയ്യും. മൂന്നാമതായി എങ്ങനെയെന്ന മാന്ത്രിക ചോദ്യമാണ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ട് എന്നോടിത് പറഞ്ഞു? എന്നിങ്ങനെ എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കാറുള്ളത്. എന്നാൽ എന്തുകൊണ്ട് എന്ന ചോദ്യം മറ്റേയാളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും അവർ കൂടുതൽ കള്ളങ്ങളും ന്യായീകരണങ്ങളും വിളിച്ചു പറയാൻ കാരണമാവുകയും ചെയ്യും. അതിനു പകരം നിങ്ങളുടെ തന്ത്രപരമായ നിശബ്ദതയ്ക്ക് ശേഷം വളരെ സാവധാനത്തിൽ മൃദുവായ ശബ്ദത്തിൽ ഇങ്ങനെ ചോദിക്കുക: നമുക്ക് സംഭവിച്ചത് സംഭവിച്ചു, ഇനി ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് എങ്ങനെ സാധിക്കും? എങ്ങനെയെന്ന ഈ ഒരൊറ്റ മാന്ത്രിക ചോദ്യം അവരുടെ തലച്ചോറിലെ ചിന്താ പ്രക്രിയയെ മാറ്റും. അവരെ വൈകാരികമായ ദേഷ്യത്തിൽ നിന്ന് യുക്തിപരമായ ചിന്തയിലേക്ക് ഇത് പെട്ടെന്ന് മാറ്റും. അവർ പ്രശ്നമുണ്ടാക്കുന്നവരിൽ നിന്ന് പ്രശ്നം പരിഹരിക്കുന്നവരിലേക്ക് മാറാൻ ഈ ചോദ്യം നിർബന്ധിതരാക്കും. നാലാമത്തെ തന്ത്രം ഭയമില്ലാത്ത ശരീരഭാഷയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ വായ മാത്രമാണ് അടഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ശരീരം മറ്റേയാളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരഭാഷ വളരെ പ്രധാനമാണ്.
തർക്കത്തിനിടയിൽ ഭയന്നു വിറച്ചോ കൈകൾ കെട്ടിപ്പിടിച്ചോ തല താഴ്ത്തിയോ നിൽക്കരുത്. അത് നിങ്ങളുടെ ബലഹീനതയായി അവർ കാണും. നിങ്ങളുടെ ഷോൾഡറുകൾ വലിഞ്ഞു മുറുകാതെ തികച്ചും റിലാക്സഡ് ആയിരിക്കണം. മുഖത്ത് യാതൊരുവിധ ദേഷ്യത്തിൻ്റെയോ പരിഭ്രാന്തിയുടെയോ ലക്ഷണങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ തികച്ചും ശാന്തനാണെന്നും സാഹചര്യം പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് നിങ്ങളുടെ ശരീരം മറ്റേയാൾക്ക് നൽകേണ്ടത്. മറ്റേയാൾ എത്രയൊക്കെ അലറിയാലും നിങ്ങളൊരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസം തകരും. അഞ്ചാമത്തെ തന്ത്രം വിയോജിപ്പിൽ യോജിപ്പാണ്. തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എപ്പോഴും വിചാരിക്കുന്നത് നിങ്ങൾ അയാളെ പൂർണ്ണമായും എതിർക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ വാദങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നോക്കും. ഈ പ്രതിരോധ കോട്ട തകർക്കാൻ ഒരു തന്ത്രമുണ്ട്. അവരുടെ വലിയ വാദങ്ങളിൽ ഒട്ടും യുക്തിയില്ലെങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ശരിയെ കണ്ടെത്തുക, എന്നിട്ട് അതിനോട് ആദ്യം യോജിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ വലിയൊരു ശരിയുണ്ട്, ഞാനത് സമ്മതിക്കുന്നു, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. നിങ്ങൾ തങ്ങളെ പൂർണ്ണമായി ശത്രുവായി കാണുന്നില്ലെന്നും തങ്ങളുടെ വാദങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നും മറ്റേയാൾക്ക് തോന്നുമ്പോൾ അവരുടെ ഉള്ളിലെ പ്രതിരോധ മനസ്സ് അലിഞ്ഞുപോകും. ഇതവരുടെ വിയോജിപ്പിന്റെ ആക്കം കുറയ്ക്കുകയും നിങ്ങളെ കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആറാമതായി ടെൻഷൻ ത്രഷോൾഡ് ആണ്. മനഃശാസ്ത്രത്തിൽ വളരെ അത്ഭുതകരമായ ഒന്നാണ് ടെൻഷൻ ത്രഷോൾഡ്. മറ്റേയാൾ തൻ്റെ വാദങ്ങളെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിച്ച് നിർത്തുന്ന ഒരു നിമിഷമുണ്ട്. അവർ സംസാരിച്ച് നിർത്തിയ ഉടനെ നിങ്ങൾ മറുപടി പറയരുത്. പകരം കൃത്യം 4 മുതൽ 7 സെക്കൻഡ് വരെ മനഃപൂർവ്വം ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി നിൽക്കുക. ആ 4-5 സെക്കൻഡുകൾ നിശബ്ദമായി കടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കനത്ത മാനസിക സമ്മർദ്ദം മറ്റേയാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. താൻ പറഞ്ഞത് അത്ര വലിയ തെറ്റായി പോയോ എന്ന ചിന്ത അവരുടെ ഉള്ളിൽ വരും. ചുറ്റും നിൽക്കുന്നവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുണ്ടാകും എന്ന ബോധം അവരിലുണ്ടാകും. താൻ മാത്രമാണ് ഇവിടെ കിടന്ന് കോമാളിയെപ്പോലെ ബഹളം വെച്ചതെന്ന് സ്വയം ബോധ്യപ്പെടാൻ ഈ 7 സെക്കൻഡ് മൗനം മാത്രം മതിയാകും. ഏഴാമതായി ഈഗോയ്ക്ക് ക്ഷതമേൽപ്പിക്കാത്ത പിന്മാറ്റമാണ്. പല തർക്കങ്ങളും നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? മറ്റേയാൾക്ക് താൻ പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും തോറ്റുകൊടുക്കാൻ അവരുടെ ഈഗോ അനുവദിക്കില്ല. തോറ്റാൽ താൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടുപോകുമെന്ന് അവർ ഭയക്കുന്നു. അതുകൊണ്ട് അവർ വീണ്ടും തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് യഥാർത്ഥ ബുദ്ധിമാൻ തൻ്റെ മനഃശാസ്ത്രം പ്രയോഗിക്കേണ്ടത്. മറ്റേയാളെ പരസ്യമായി നാണം കെടുത്താൻ നോക്കരുത്. പകരം അവരുടെ അന്തസ്സിന് കോട്ടം തട്ടാതെ മാന്യമായി ആ തർക്കത്തിൽ നിന്ന് പിന്മാറാൻ അവർക്കൊരു വഴി ഒരുക്കി കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് ശാന്തമായി സംസാരിക്കാം എന്ന് പറയുക. ഇതവരുടെ ഈഗോയെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് മാന്യമായി പിന്മാറാൻ അവസരം നൽകും. തർക്കം അവിടെ അവസാനിക്കുകയും ചെയ്യും. എട്ടാമതായി കണ്ണുകളിൽ പ്രകടമാകുന്ന ആത്മവിശ്വാസമാണ്. നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം എങ്ങോട്ടാണ് എന്നത് വളരെ പ്രധാനമാണ്. മറ്റേയാൾ ചീത്ത വിളിക്കുമ്പോൾ പേടിച്ച് കണ്ണുമാറ്റുകയോ തറയിലേക്ക് നോക്കുകയോ മൊബൈലിൽ നോക്കുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ ഭയത്തെയോ അനാദരവിനെയോ ആണ് കാണിക്കുന്നത്. ഇതവരെ കൂടുതൽ പ്രകോപിപ്പിക്കും. അതിനു പകരം യാതൊരുവിധ ദേഷ്യവുമില്ലാതെ പുച്ഛം കാണിക്കാതെ തികച്ചും നിഷ്പക്ഷമായി നേരെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. ആ നോട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ഉറച്ച നിലപാടും സത്യസന്ധതയും ആത്മവിശ്വാസവും അവർക്ക് വായിച്ചെടുക്കാൻ കഴിയണം. കണ്ണുകളിലെ ഈ ദൃഢത മറ്റേയാളെ മാനസികമായി നിഷ്പ്രഭനാക്കും. നിങ്ങളെ അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവരുടെ ഉപബോധ മനസ്സ് തിരിച്ചറിയും. ഒൻപതാമതായി ശ്വാസത്തിലെ ശാന്തതയാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ജൈവികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹൃദയമിടിപ്പ് വേഗത്തിലാകുന്നു, രക്തസമ്മർദ്ദം കൂടുന്നു, ശ്വാസമെടുപ്പ് മുറിയുന്നു. ഇത് നമ്മുടെ ചിന്താശേഷിയെ ഇല്ലാതാക്കും. ഈ സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിക്കുക. വളരെ സാവധാനത്തിൽ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. നിങ്ങൾ ശാന്തമായി ശ്വാസമെടുക്കുന്നത് കാണുമ്പോൾ മറ്റേയാളുടെ മനസ്സിന് ഒരു സിഗ്നൽ ലഭിക്കും. ഈ വ്യക്തിയെ എത്ര പ്രകോപിപ്പിച്ചാലും ഇയാളുടെ ശാന്തത തകർക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ ശാന്തത സാവധാനം ഒരു തരംഗമായി മാറി മറ്റേയാളുടെ നെർവസ് സിസ്റ്റത്തെയും ശാന്തമാക്കാൻ തുടങ്ങും. പത്താമതായി സാഹചര്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ്.
ഏറ്റവും ഒടുവിലത്തെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണിത്. ഒരു തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? വാദിച്ച് ജയിച്ച് മറ്റേയാളെ തോൽപ്പിക്കുക എന്നതാണോ? ഒരിക്കലുമല്ല. തർക്കത്തിൽ ജയിക്കുന്നത് വെറുമൊരു താൽക്കാലികമായ ഈഗോ തൃപ്തിപ്പെടുത്തൽ മാത്രമാണ്. എന്നാൽ അതുകൊണ്ട് ആ പ്രശ്നം തീരുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ആ സാഹചര്യത്തെ മുഴുവൻ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതായിരിക്കണം. സാഹചര്യത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾ ആ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബുദ്ധിപൂർവമായ മൗനവും ശാന്തതയുമാണ് അവിടെ നിങ്ങളുടെ യഥാർത്ഥ ശക്തി. സാഹചര്യത്തെ നിയന്ത്രിക്കുന്നവൻ തർക്കത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ തന്നെ വിജയിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിശബ്ദത എന്നത് ഒരിക്കലും ഒരു ബലഹീനതയോ ഭീരുത്വമോ അല്ലെങ്കിൽ തോറ്റുകൊടുക്കലോ അല്ല. മറിച്ച് ലോകത്തിലെ ഏറ്റവും അപൂർവവും ശക്തവുമായ ഒരു കലയാണത്. മഹാജ്ഞാനിയായ ചാണക്യൻ പോലും പറഞ്ഞിട്ടുണ്ട്, മൗനത്തേക്കാൾ വലിയൊരു ആയുധം ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ ഇല്ല എന്ന്. പ്രതികൂല സാഹചര്യങ്ങളിലും ചുറ്റുമുള്ളവർ ബഹളം വയ്ക്കുമ്പോഴും സ്വന്തം മനസ്സിൻ്റെ ശാന്തത കൈവിടാതിരിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയി. അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ ജോലിസ്ഥലത്തോ എവിടെയെങ്കിലും ഒരു വാക്കുതർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ച് നിങ്ങളുടെ ഊർജം കളയുന്നതിന് പകരം ഈ നിശബ്ദതയുടെ തന്ത്രങ്ങൾ ഒന്ന് പയറ്റി നോക്കൂ. മാറ്റം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ കൂടുതൽ വില കൽപ്പിക്കാൻ തുടങ്ങും. നിങ്ങളോടുള്ള ബഹുമാനം സമൂഹത്തിൽ വർദ്ധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. മനോഹരമായ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു മനഃശാസ്ത്ര ആശയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.